ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ക്രിസ്തു ഒത്തിരി സ്നേഹിച്ചിരുന്ന യോഹന്നാൻ എന്ന ശിഷ്യൻ ഒരു വലിയ പരാതിയുമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. പരാതി എന്താ? കർത്താവിൻ്റെ നാമത്തിൽ ഒരുവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഇങ്ങനെ വെറുതെ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടിട്ട് യോഹന്നാൻ ചെന്ന് പറഞ്ഞ്, ഞങ്ങളോടൊപ്പം വാ, ഞങ്ങളൊക്കെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ആ മനുഷ്യൻ പറഞ്ഞ്, എനിക്ക് ഈ പണിയായിട്ട് ഞാൻ പോയിക്കോളാം, നിങ്ങളുടെ പണിയായിട്ട് പോയിക്കോ. ഉടനെ തന്നെ യോഹന്നാൻ അവനെ തടയുക, ഇനി ഈ പരിപാടി നീ ചെയ്തു പോകരുത്. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഏത് സമൂഹത്തിലും കുറേ കുത്തക അവകാശികളുണ്ടാവും. ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ പ്രമാണികൾ, ഞങ്ങളാണ് തീരുമാനിക്കണത് ആര് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എവിടെ ഇരിക്കണം, എവിടെ നിൽക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ പേര് ഏത് സമൂഹത്തിലുണ്ട്. അതാണ് ഇവിടെയും നടക്കുന്നത്. യോഹന്നാൻ അവനെ തടയുക. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കുറച്ച് മുമ്പാണ് ഒരപ്പൻ തൻ്റെ മകനെയും കൊണ്ടുവരുന്നത്. അവന് പിശാചുബാധയാണ്. എന്നിട്ട് ഈ പറയുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവരെ ഒന്ന് സുഖപ്പെടുത്തണം. ശിഷ്യന്മാർ 18 അടവ് നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ കർത്താവ് ഇങ്ങനെ രൂപാന്തരീകരണമൊക്കെ കഴിഞ്ഞിങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഇവരുടെ സങ്കടം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അപ്പോൾ അവർ പറയണത് എന്താ? ഞങ്ങൾ കുറേ നോക്കി. അത് പറയണത് ആ കൊച്ചിൻ്റെ അപ്പനാണേ. ഞങ്ങളുടെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് ഇവർക്ക് പറ്റിയില്ല ഇവനെ പുറത്താക്കാൻ, ഈ അശുദ്ധാത്മാവിനെ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് ഒരുത്തം മാറി നിന്നുകൊണ്ട് ഈസി ആയിട്ട് പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് നോക്കിയിട്ട് പറ്റാത്തൊരു പരിപാടി ഇവൻ ചെയ്താൽ സമ്മതിക്കുമോ? അതാണ് ഈ കുത്തക അവകാശം എന്ന് പറയുന്ന കുറേ ആത്മീയതയുടെ കുത്തക അവകാശം പേറുന്ന കുറേ പേരുണ്ട്. പിന്നെ ഇടവകയിലും മറ്റു കാര്യങ്ങളിലൊക്കെ അതങ്ങനെ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന കുറേ പ്രമാണികളുണ്ട്. അവരുടെയൊക്കെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് എന്താ പറയും? ഞങ്ങൾ അവനെ തടഞ്ഞ്, എന്നിട്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നേക്കണത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. അവനെ തടഞ്ഞ് ഞങ്ങൾ, എന്നിട്ടാണ് വന്നേക്കണത്. കർത്താവ് പറഞ്ഞ്, നിന്നോട് ആര് പറഞ്ഞ് അവനെ തടയാനായിട്ട്? അവൻ ആരുടെ നാമത്തിലാണ് ഇത് ചെയ്യണത്? യേശുവിൻ്റെ നാമത്തിലാണ്. യേശുവിൻ്റെ നാമത്തിൽ അവൻ ചെയ്യുന്നുവെങ്കിൽ അവനെ തടയാൻ നീ ആരാടാ എന്ന കർത്താവിൻ്റെ ചോദ്യം. അവൻ ചെയ്തോട്ടെ. കർത്താവ് വചനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ നാമത്തിൽ ഒരുവന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനുള്ള പ്രതിഫലം കിട്ടും. ഇപ്പം നിനക്കൊക്കെ കിട്ടുന്നതിനെക്കാട്ടിയും വലിയ പ്രതിഫലമാണ് ആർക്ക് കിട്ടാൻ പോണത്? അവന് കിട്ടാൻ പോണത്. കാരണം എന്താ? അവൻ ഈ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിലാണ്. എന്നിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. അവൻ നമ്മുടെ എതിർപക്ഷത്തല്ല. കാരണം എന്താ? അവൻ പ്രവർത്തിക്കുന്നത് യേശു നാമത്തിലാണ്. അതുകൊണ്ട് നമ്മോടൊപ്പം നടന്നില്ല എന്നതിൻ്റെ പേരിൽ അവൻ നമ്മുടെ എതിർപക്ഷത്തല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു വാശി നമുക്ക് പാടില്ല ഒരിക്കലും. എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ പ്രവർത്തനമൊക്കെ തെറ്റാണ്. ഞങ്ങളോടൊപ്പം നിന്ന് വേണം ചെയ്തോ, ഞങ്ങൾ ഓക്കെയാണ്. അല്ലേ അവൻ നമ്മുടെ എതിർപക്ഷത്താണ് എന്നാണ് യോഹന്നാൻ കരുതിയത്. കർത്താവ് അവനെ തിരുത്തി കൊടുക്കുക. നമ്മുടെ പക്ഷത്തല്ലെങ്കിലും അവൻ നമ്മുടെ പക്ഷത്ത് തന്നെയാണ്. കാരണം എന്താ? യേശു നാമത്തിലാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ നിൻ്റെ കൂടെ അവൻ നടക്കണമെന്നോ നീ പറയുന്നത് പോലെ ചെയ്യണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. വളരെ അടിവരയിട്ട് കർത്താവ് പറയുന്നു. അതുകൊണ്ട് നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അവൻ ആർക്ക് വേണ്ടി ചെയ്യുന്നു, ആരുടെ പേരിൽ ചെയ്യുന്നു. ഈ 2 കാര്യം നോക്കിയാൽ മതി. അവൻ ചെയ്യുന്നത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനും ഉപകാരപ്രദമാണെങ്കിൽ, അവൻ ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ, പിന്നെ അവനെ എതിർക്കാൻ നീ ആരാടാ? നിനക്കാരാ ഈ അധികാരം തന്നത്? യോഹന്നാൻ വലിയ ആളായിട്ട് വന്നേക്കണേ കർത്താവിൻ്റെ അടുത്ത്. ഇങ്ങനെ അവനെ തടഞ്ഞെന്നും പറഞ്ഞ് വന്നേക്കണേണ്. അപ്പം തന്നെ നീ നിൻ്റെ പണി ചെയ്യും. അത് കർത്താവ് ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. അതവർ ചെയ്തോട്ടെ. നമ്മൾ ആരാ അതിനെ തടയാനും അതിനെ വിമർശിക്കാനും? നിനക്ക് കിട്ടിയിരിക്കുന്ന ആത്മീയമായ വരദാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ പാവപ്പെട്ട മനുഷ്യ അനാവിയും അവന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കുക.
5 രൂപ പോലും സ്നേഹസമർപ്പണം കൊടുക്കൂല, എന്നിട്ട് വിമർശിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു 5 രൂപ നീ കൊടുത്തിട്ടുണ്ട്, ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ട്, വിമർശനം. എന്നിട്ട് എന്തിന്, ആർക്ക് വേണ്ടി? അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല നന്മയുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് ആമേൻ, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുക. അല്ലാതെ അതും ഇതും നോക്കിയിട്ട് വെറുതെ ജീവിതം നശിപ്പിച്ച് കളയരുത്. കർത്താവ് നിൻ്റെ മുഖത്തേക്ക് ചോദിക്കുക, നീ ആരടാ അവനെ തടയാനായിട്ട്? നിന്നെക്കൊണ്ട് പറ്റാവുന്ന വല്ല നന്മയുണ്ടെങ്കിൽ അത് നീ ചെയ്. എന്തിനു വേണ്ടി? നിൻ്റെ പേരിന് വേണ്ടി അല്ല, മറിച്ച് ദൈവനാമത്തിൻ്റെ പേരിൽ ചെയ്യുക. അപ്പോൾ ചെയ്യുന്നതൊക്കെ പിന്നിൽ 2 കാര്യം ഉറപ്പുവരുത്തണം. ഒന്ന്, ഈ ചെയ്യുന്നത് ദൈവജനത്തിന്, പാവപ്പെട്ടവന് ഉപകാരപ്രദമാണ്. 2, ഈ ചെയ്യുന്നത് ദൈവനാമത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് 2 ആണെങ്കിൽ എതിർക്കാൻ നിൽക്കരുത്. എതിർത്താൽ പണി കിട്ടും, ഉറപ്പാണ്.